ഗിരിപ്രഭാഷണം ഒരു പഠനം. മത്തായി 6:5-15 വരെ. മതപരമായ അനുഷ്ഠാനങ്ങളിൽ രണ്ടാമതായി കാണുന്നത് പ്രാർത്ഥനയാണ്. യഹൂദൻ്റെ ആലയം പ്രാർത്ഥനാ മുഖരിതമായിരുന്നു. നിയുക്തരാക്കപ്പെട്ട പുരോഹിതന്മാർ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചു പോന്നു. ജനം ആലയത്തിലും ഭവനത്തിലും പ്രാർത്ഥന കഴിക്കുക പതിവായിരുന്നു. കാലക്രമേണ കപടഭക്തരായ ശാസ്ത്രിമാരും പരീശന്മാരും മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് ഇവരുടെ ഈ പ്രാർത്ഥനകളെ ഫലസിക്കുന്നതായി കാണുന്നു. ഈ പ്രാർത്ഥനകൾ കാണുകയും കേൾക്കുകയും ചെയ്ത ശിഷ്യന്മാരിൽ ഒരുത്തൻ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞുവെന്ന് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശിഷ്യന്മാരുടെ ഈ ആഗ്രഹപ്രകാരം ഒരു ശിഷ്യൻ എപ്രകാരം പ്രാർത്ഥിക്കരുതെന്നും എപ്രകാരം പ്രാർത്ഥിക്കണമെന്നും കർത്താവ് പറഞ്ഞുകൊടുത്ത പ്രാർത്ഥനയുടെ തത്വങ്ങളും മാതൃകയുമാണ് ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം. ശിഷ്യന്മാർ ഈ പ്രാർത്ഥന ഇപ്രകാരം ഉരുവിട്ടതായോ ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ദൈവസഭയെ ഉപദേശിച്ചതായോ ലേഖനങ്ങളിൽ കാണുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുതെന്നും ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുതെന്നും കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. ഇപ്രകാരമുള്ള പ്രാർത്ഥനകൾക്ക് ദൈവത്തിൽ നിന്നും പ്രതിഫലം കിട്ടുകയില്ല. ക്രിസ്തീയ ജീവിതത്തിൽ നിന്നും ഒഴിച്ചുകൂടാൻ പാടില്ലാത്താണ് പ്രാർത്ഥന. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്ത് അടുത്തു ചെല്ലുക എന്ന് പൗലൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് പരസ്യമായും രഹസ്യമായും പ്രാർത്ഥിച്ചതായി സുവിശേഷങ്ങളിൽ കാണുന്നു. ശിഷ്യന്മാരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മ മറിയോടും അവൻ്റെ സഹോദരങ്ങളോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നുവെന്ന് എഴുതിയിരിക്കുന്നു. ക്രിസ്തീയ ഭവനങ്ങളിലും ആരാധനാലയങ്ങളിലും ഭക്തന്മാരുടെ പ്രത്യേക കൂടിവരവുകളിലും പരസ്യമായി പ്രാർത്ഥിക്കാറുണ്ട്. ശിഷ്യന്മാരെ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയിൽ ഒരു ശിഷ്യൻ്റെ രഹസ്യ പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരുമെന്ന് പറഞ്ഞിരിക്കുന്നു. ശിഷ്യത്വത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരുവന് മാത്രമേ പ്രാർത്ഥനയുടെ അന്തസ്സത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിപ്പാൻ കഴിയുകയുള്ളൂ. ഈ പ്രാർത്ഥനയിൽ 6 അപേക്ഷകളാണ് കാണുന്നത്. അതിൽ ആദ്യത്തെ 3 അപേക്ഷകൾ ദൈവോന്മുഖവും തുടർന്നുള്ള 3 അപേക്ഷകൾ മനുഷ്യോന്മുഖവും ആണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് യേശുക്രിസ്തുവിൻ്റെ സ്നാനസമയത്ത് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദമുണ്ടായി എന്ന് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്രകാരം ദൈവത്തിൻ്റെ മക്കളായ ശിഷ്യന്മാരാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് ദൈവത്തെ വിളിക്കേണ്ടത്. പിതാവായ ദൈവം ഓരോ ശിഷ്യൻ്റെയും സ്വർഗീയ പിതാവാണ്. എന്നിരുന്നാലും ഞാൻ എൻ്റെ എന്ന വാക്കുകൾ ഈ പ്രാർത്ഥനയിൽ കാണുന്നില്ല. ഞങ്ങളുടെ എന്ന പദം ശിഷ്യന്മാരുടെ ഐക്യതയെയും പിതാവ് എന്ന പദം അവർക്ക് ലഭിച്ച പുത്രത്വത്തിൻ്റെ പദവിയെയും കാണിക്കുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. അർത്ഥാൽ 2-3 പേർ ഒരുമിച്ച് കൂടിയിരുന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പുത്രനായ കർത്താവും അവരോടൊപ്പം ഉണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലാണ് അർപ്പിക്കേണ്ടത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ ആ പദം ലാഘവത്തോടെ എടുക്കുവാൻ പാടുള്ളതല്ല. ഈ ലോകത്തിലെ പിതാക്കന്മാർ തങ്ങളുടെ മക്കളുടെ പാപത്തിനും അശുദ്ധിക്കുമെതിരെ കണ്ണടച്ചു എന്ന് വരാം. എന്നാൽ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്, തൻ്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് ന്യായപ്രമാണം കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിനെന്ന് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ആ മനോഭാവത്തോടെ കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യനാണ് സ്വർഗപിതാവ് എന്ന് ദൈവത്തെ വിളിക്കേണ്ടത്. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ദൈവത്തിൻ്റെ നാമം അവൻ്റെ മുഴുവൻ ആളത്വത്തെയും പൂർണ്ണ വിശുദ്ധിയോടെ വെളിപ്പെടുത്തുന്നു. ആ നാമം അവൻ്റെ ഭക്തന്മാർക്ക് ആശ്രയിപ്പാൻ യോഗ്യമായ നാമമാകുന്നു. ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്ന് ദാവീദ് എഴുതിയിരിക്കുന്നു. ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി
മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മുടങ്ങുമെന്നും പൗലൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആ നാമം എടുക്കുന്നവൻ അവനെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധനായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പത്രോസും രേഖപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ ശിഷ്യന്മാർ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നുവെന്ന് കർത്താവ് പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകൾക്ക് വേണ്ടി അവർ തന്നെ തന്നെ വിശുദ്ധീകരിക്കണം. അതിനായി ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കേണ്ടതാണ്. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളയുന്നത് നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. പഴയ നിയമ ഭക്തന്മാർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. പഴയ നിയമ ഭക്തന്മാർ വരാൻ പോകുന്ന ദൈവരാജ്യത്തെ വിശ്വാസ കണ്ണാൽ കണ്ണുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് മർക്കോസും, അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചുവെന്ന് ലൂക്കോസും, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിൽ ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞു. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ കർത്താവിനോട് ചോദിച്ചതിന്, ദൈവരാജ്യം കാണത്തക്കവണ്ണമുള്ള വരുന്നത് ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടമെന്ന് കർത്താവ് പറഞ്ഞതായി മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്രകാരം യേശുക്രിസ്തു എവിടെയെല്ലാം ഉണ്ടായിരുന്നു, ദൈവരാജ്യം അവിടെ ഉണ്ടായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടിരുന്നു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതിനു ശേഷം ശിഷ്യന്മാരോട്, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്ന് കർത്താവ് പറഞ്ഞു. അപ്രകാരം ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. തുടർന്ന് അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു പോന്നു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നുവെന്ന് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്രകാരം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായ ദൈവജനം കൂടി വന്നവിടത്തൊക്കെയും അപ്രത്യക്ഷമായി ദൈവരാജ്യം ഉണ്ടായിരുന്നു. പ്രത്യക്ഷമായി ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടുവരുന്നു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രയെന്ന് പൗലൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മുഴു ബ്രഹ്മാണ്ടവും ദൈവത്തിൻ്റെതാണ്. ഭൂമിയെ വാഴുവാൻ ദൈവം മനുഷ്യനെ ഇവിടെയാക്കി. മനുഷ്യർ ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചു, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അവൻ സാത്താൻ്റെ വാക്കുകളെ വിശ്വസിച്ചു, അവനെ അനുസരിച്ചു. ഇപ്രകാരം മനുഷ്യനും അവൻ്റെ വാഴ്ചയിലായിരുന്ന ഭൂമിയും സാത്താൻ്റെ വാഴ്ചയിലായി. അവൻ ഈ ലോകത്തിൻ്റെ പ്രഭുവും ദൈവവുമായി. അവൻ്റെ ആധിപത്യത്തിൽ നിന്നും മനുഷ്യനെയും ഭൂമിയെയും വീണ്ടെടുത്ത് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുക എന്നതാണ് ദൈവിക പദ്ധതി. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പൗലൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്രകാരം പൂർവ്വപിതാക്കന്മാർ നോക്കി പാർത്തതും അപ്രത്യക്ഷമായി തൻ്റെ ശിഷ്യന്മാരുടെ മധ്യേ വാഴുന്നതും അക്ഷരീയമായി വരുന്ന നാളിൽ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നതും ദൈവമക്കൾ പ്രത്യാശയോടെ നോക്കിപ്പാർക്കുന്നതുമായ ഒരു രാജ്യമായിട്ടാണ് ദൈവരാജ്യത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവൻ്റെ രാജ്യം പ്രത്യക്ഷമായി ഈ ഭൂമിയിൽ സ്ഥാപിതമാകുന്ന നാളിൽ മാത്രമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുന്നത്. അതിനുവേണ്ടി അവൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. തുടർന്നുള്ള 3 അപേക്ഷകൾ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ ഉള്ളവയാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നു തരണമേ. ആഹാരം ഒരുവന്റെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ളതാണല്ലോ. എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു.
സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നല്ലോ എന്ന് കർത്താവ് അവരോട് പറഞ്ഞു. കർത്താവിൻ്റെ ഈ വാക്കുകളിൽ നിന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരീരത്തിനുള്ള ആഹാരത്തെക്കുറിച്ചല്ല എന്ന് ഗ്രഹിക്കാവുന്നതാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്നും ഞാൻ ജീവന്റെ അപ്പമാകുന്നുവെന്നും കർത്താവ് പറഞ്ഞിരിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇത് ആകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നുവെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ശിഷ്യന്മാർ ദിനംതോറും അവന്റെ വചനം ഭക്ഷിച്ചും അവന്റെ ആത്മാവിനെ പാനം ചെയ്തും ആത്മീയ പുഷ്ടി പ്രാപിച്ച് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരണമെന്നാണ് ഓരോ ശിഷ്യനെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. പാപത്തിന്റെ അനവധി പരിഭാഷകൾ തിരുവചനത്തിൽ കാണുവാൻ കഴിയും. ഒരുവൻ നമുക്കെതിരായി ചെയ്യുന്ന അപരാധങ്ങൾ ക്ഷമിക്കുക എന്നത് നമുക്ക് ക്ഷമാപ്രാപ്തി ലഭിക്കുവാനുള്ള നിബന്ധനയായിട്ടാണ് ദൈവവചനം വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ദൈവമക്കൾ വീണ്ടും ജനനം പ്രാപിച്ചവരാണല്ലോ. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവർ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നുവെന്ന് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ശിഷ്യൻ പാപം ചെയ്യുന്നില്ല എങ്കിൽ അവന്റെ ഏത് കടങ്ങൾക്കാണ് ക്ഷമാപ്രാപ്തി ആവശ്യമായിരിക്കുന്നത്? ഒരു ശിഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വ്യാപാരം ചെയ്യുന്നതിൽ കാലതാമസം വരുത്തുക എന്നത് ഒരു പൊതു അപരാധമായി കാണാവുന്നതാണ്. ലോകം, ജഡം, പിശാച് ഈ ത്രിവിധ ശക്തികൾ ഒരു ശിഷ്യനെ അവന്റെ ശുശ്രൂഷയിൽ നിന്നും പിന്തിരിപ്പിപ്പാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതിനോട് എതിർത്ത് നിന്നുകൊണ്ട് വേണം ഓരോ ശിഷ്യനും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വ്യാപാരം ചെയ്യുവാൻ. തന്മൂലം പലപ്പോഴും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ പൂർണ്ണമായി വിനിയോഗിക്കാൻ കഴിയാതെ നാം ദൈവസന്നിധിയിൽ കടക്കാരാകുന്നു. അതുകൊണ്ട് ദിനംതോറും നമ്മുടെ കടങ്ങളുടെ ക്ഷമാപ്രാപ്തിക്കായി പിതാവിനോട് പ്രാർത്ഥിക്കാൻ ഓരോ ശിഷ്യനും ബാധ്യസ്ഥരാണ്. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഇന്നലെ ദുഷ്ടന്റെ പരീക്ഷയിൽ അകപ്പെട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ പൂർണ്ണമായി വ്യാപാരം ചെയ്യാൻ പരാജയപ്പെട്ടു. ഇന്ന് ശത്രുവിന്റെ പരീക്ഷയിൽ അകപ്പെട്ട് പരാജിതനാകാതെ എൻ്റെ ശുശ്രൂഷയെ തികയ്ക്കുവാൻ സഹായിക്കണമേ എന്ന് ഓരോ ശിഷ്യനും പ്രാർത്ഥിക്കേണ്ടതാണ്. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിനെന്ന് പൗലൂസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ സുവിശേഷ പ്രഘോഷണം ഈ ലോകത്തിന്റെ പ്രഭുവിനോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ്. അതിൽ നാം ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന്റെ സർവായുധവർഗങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. നാം അത് ധരിക്കുകയും ദൈവകൃപയ്ക്കായി എപ്പോഴും പ്രാർത്ഥിക്കുകയും വേണം. നെഹമ്യാവിനെ പോലെ ഒരു കൈയിൽ പണിയായുധങ്ങളും ഒരു മറുകൈയിൽ ദൈവവചനമാകുന്ന വാളും ഏന്തിക്കൊണ്ടുവേണം ഓരോ ശിഷ്യനും കർത്താവിന്റെ വേലയിൽ മുന്നേറുവാൻ. നാം ആരാകുന്നുവെന്ന തിരിച്ചറിവ് ഓരോ ശിഷ്യനും ആവശ്യമാണ്. നെഹമ്യാവിന്റെ സുഹൃത്തും പ്രവാചകനുമായ ശെമയ്യാവിൽ കൂടിയാണ് ശത്രു പ്രവർത്തിച്ചത്. ശത്രു ആരിൽ കൂടെയും പ്രവർത്തിക്കാം. നാം അവരെയല്ല, അവരിൽ കൂടി പ്രവർത്തിക്കുന്ന ശത്രുവിനെയാണ് കാണേണ്ടത്. അതിനായി നാം പ്രാർത്ഥിക്കണം. അപ്പോൾ നെഹമ്യാവിനെ പോലെ കർത്താവ് നമ്മെയും ബലപ്പെടുത്തും. എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്നെ പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകയില്ല എന്ന് അവൻ തന്നോട് തന്നെ പറഞ്ഞു. ഈ കാഴ്ചപ്പാട് പ്രാപിച്ച അനേക ശിഷ്യന്മാർ മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി ഉറച്ചു നിന്നതായി സഭാചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഈ കാലഘട്ടത്തിലും ആ കാഴ്ചപ്പാട് പ്രാപിച്ച ശിഷ്യന്മാരെയാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിനു വേണ്ടി കർത്താവിന് ആവശ്യമായിരിക്കുന്നത്.